അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ലീഡർഷിപ്പ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. അതായത് ലീഡർഷിപ്പ് എങ്ങനെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ സഹായകമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. സോ ലീഡർഷിപ്പ് അത് പല ആളുകളെയും ലീഡർ ഒരുപക്ഷെ പല ആളുകളെയും ഇൻസ്പയർ ചെയ്തേക്കാം, പല ആളുകളെയും ഓരോ റിസൾട്ടുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിച്ചേക്കാം. അപ്പോൾ ലീഡർഷിപ്പിന് വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ഒ ബിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് ആർ ബോൺ വെച്ചാൽ ലീഡേഴ്സുകളൊക്കെ എന്താ പറയുക ഒ ബിയിലൂടെ ജനിക്കുകയാണ് എന്നുള്ള ആ ഒരു തിയറിയിൽ നിന്നും ഇന്ന് ലീഡർഷിപ്പ് എന്നുള്ളത് ലീഡേഴ്സ് ആർ ഡെവലപ്ഡ് ആൻഡ് അഡാപ്റ്റീവ് എന്നുള്ള ആ ഒരു തിയറിയിലേക്ക് ലീഡർഷിപ്പ് മാറിയിട്ടുണ്ട്. ലീഡർഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഡേഴ്സിനെ ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലീഡേഴ്സ് ആർ ബോൺ എന്നുള്ള ആ ഒരു തിയറിയിൽ നിന്നും ലീഡേഴ്സ് ആർ ഡെവലപ്ഡ് ആൻഡ് അഡാപ്റ്റീവ് എന്നുള്ള ആ ഒരു തിയറിയിലേക്ക് ഇന്ന് ലീഡർഷിപ്പിൻ്റെ മീനിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആദ്യമായിട്ട് പറയാനുള്ളത് ട്രേറ്റ് തിയറിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ ആളുകൾ ലീഡേഴ്സ് ബോൺ ചെയ്യുകയാണെന്നുള്ള ആ ഒരു ഐഡിയ, അതിനെ പറ്റിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ആദ്യം പണ്ട് കാലത്തൊക്കെ ഈ ഒരു തിയറിയാണ് കാര്യമായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കോമൺ ട്രേറ്റ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ കോമൺ പ്രത്യേകതകൾ: ഒന്ന്, അവർക്ക് നല്ല എനർജി ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തത്, അവർക്ക് ലീഡ് ചെയ്യാനുള്ള ഡിസയർ അവർക്കുണ്ടാവും. മൂന്നാമത്തെ, അവരിൽ ഹോണസ്റ്റി അടങ്ങിയിട്ടുണ്ടാവും. 4, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. 5, അവർക്ക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് അവർക്ക് കൂടുതലായിട്ടുണ്ടാവും. 6, അവർക്ക് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട അറിവുകൾ ഒരുപാട് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരുപാട് ലിമിറ്റേഷനുകളുണ്ട്. അതിന് പ്രധാനപ്പെട്ടതാണ് ഇത്തരം ക്വാളിറ്റികൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ സക്സസ് ഗ്യാരൻറ്റീഡ് അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ആ ഒരു ഐഡിയ വെച്ചിട്ടുള്ള ലീഡേഴ്സൊക്കെ ഇന്ന് പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വിശേഷം ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ലീഡേഴ്സുകൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഓഹിയോ സ്റ്റേറ്റ് അവരുടെ പഠനം പറയുന്നത് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ട്രൈറ്റ്സ് ബിഹേവിയറിലേക്ക് നമ്മളെ ലീഡേഴ്സിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അവർ ടാസ്ക് ഫോക്കസ്ഡ് ബിഹേവിയറുള്ള ആൾക്കാരായിട്ട് അവർ മാറും. 2, കൺസിഡറേഷനാണ്. എന്ന് വെച്ചാൽ പീപ്പിൾ ഫോക്കസ്ഡ് ബിഹേവിയറുള്ള ആളുകളായിട്ട് അവർ മാറും എന്നുള്ളതാണ്. ഇനി മിഷിഗൻ സ്റ്റഡി പറയുന്നത് വെച്ചാൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് അത് അവിടെ ഉണ്ടാകുന്നതാണ്. 2, എംപ്ലോയി ഓറിയൻറ്റഡ് ലീഡർഷിപ്പ്. ഈ 2 തരത്തിലുള്ള ലീഡർഷിപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് ക്യാൻ ബി ലേൺഡ്. അതാണ് ഇതിൻ്റെ ഒരു കീ ഐഡിയ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അതിലെ ലിമിറ്റേഷൻ നമുക്ക് പറയുമ്പോൾ ഒരിക്കലും സെയിം ബിഹേവിയർ ഉള്ള ആളുകൾ എപ്പോഴും എല്ലാ അവസ്ഥയിലും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസും അതുപോലെ മിഷിഗൻ സ്റ്റേറ്റ് സ്റ്റഡീസും പറയുന്നതനുസരിച്ചിട്ട് ഈ പറഞ്ഞ ബോൺ ലീഡർ ഐഡിയ അത് അത്ര അപ്ലിക്കബിൾ അല്ല ഇന്നത്തെ കാലത്ത്, അത്ര അപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തതാണ് കോണ്ടിജൻസി തിയറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലീഡർഷിപ്പുകൾ രൂപപ്പെടുന്നത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് എന്നുള്ളത്. ഓരോ എഫക്റ്റീവ് ലീഡേഴ്സിന് ആ സിറ്റുവേഷനുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഇവരുടെ കൺസെപ്റ്റ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ഫീഡ്ലർ എന്ന് പറയുന്നതാണ്. ഫീഡ്ലറിൻ്റെ കണ്ടിൻജൻസി മോഡൽ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതിൽ ഈ ആളുകൾ ലീഡർഷിപ്പിൻ്റെ എഫക്റ്റീവ്നെസ് ഉണ്ടാകുന്നത് 3 രൂപത്തിലാണെന്ന് പറയുന്നത്. ഒന്ന്, ലീഡർ മെമ്പർ റിലേഷനിലൂടെ, എന്ന് വെച്ചാൽ ലീഡറും മെമ്പറും തമ്മിലുള്ള ആ റിലേഷനിലൂടെ അവരുടെ ഒരു എഫക്റ്റീവ്നെസ് രൂപപ്പെടും. അതുപോലെ ടാസ്ക് സ്ട്രക്ചറിലൂടെ അവരുടെ എഫക്റ്റീവ്നെസ് രൂപപ്പെടും. അതുപോലെ അവർക്ക് വീതിക്കപ്പെടുന്ന ആ ഒരു പവർ, പൊസിഷൻ പവർ എന്നാണ് അതിന് പറയാം, അതിൻ്റെ എഫക്റ്റീവനുസരിച്ചും എന്ത് ചെയ്യും, അവിടെ ലീഡറിനെ വളർത്തിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വാരി ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് പാത്ത് കോൾ തിയറിയാണ്. എന്ന് വെച്ചാൽ ലീഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട റോളുകളാണ് നമുക്കതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ
അതിൽ അവരുടെ സ്റ്റൈലുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഒന്ന് ഡയറക്റ്റീവ് സ്റ്റൈലാണ്, എന്ന് വെച്ചാൽ ആളുകളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് സംവദിക്കുക എന്നുള്ളത്. രണ്ട്, സപ്പോർട്ടീവ് മെൻറ്റാലിറ്റിയുള്ള ആളുകളായിരിക്കും, എന്ന് വെച്ചാൽ അവർക്ക് ആളുകളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാകും. മൂന്നാമത് പാർട്ടിസിപ്പേറ്റ് ആയിരിക്കും, ഒരു ഗോൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ആളുകളായിരിക്കും. നാലാമത്തെ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇത് ലീഡേഴ്സിനുണ്ടാകുന്ന സ്റ്റൈലാണ്. ഇനി അതിൻ്റെ കാരിസ്മാറ്റിക് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ് നമുക്ക് അതിന് പറയാനുള്ളത്. കാരിസ്മാറ്റിക് എന്നുള്ള പ്രധാനമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്ക് സ്ട്രോങ് വിഷൻ ഉണ്ടാവും, അതുപോലെ പേഴ്സണൽ റിസ്ക് എടുക്കുന്ന ആൾക്കാരായിരിക്കും അവർ, അതുപോലെ ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ബിഹേവിയർ അവർക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻസ്പിറേഷണൽ മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ അവിടെയുള്ള ലീഡേഴ്സ് ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ അവർക്കുണ്ടാകും, പിന്നെ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ അവർ കാര്യമായിട്ട് നടത്തും, പിന്നെ ഐഡലൈസർ ഇൻഫ്ലുവൻസ് അവർ നടത്തും. അപ്പോൾ ഇതൊക്കെ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പിലുണ്ടാവുക. കരിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും ആ സാധനം. ഇനി പോസിറ്റീവ് ലീഡർഷിപ്പ് അപ്രോച്ചുകളാണ്. അതിൽ സെർവൻ്റ് ലീഡർഷിപ്പും ഉണ്ട്, അതുപോലെ ഒതൻറ്റിക് ലീഡർഷിപ്പും ഉണ്ട്. സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലീഡർ ഫോളോവേഴ്സിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. എന്നാൽ ഒതൻറ്റിക് ലീഡർഷിപ്പിൽ അവർ ലീഡേഴ്സൊക്കെ സെൽഫ് അവെയറായിട്ട് അവർ സ്വന്തം വാല്യൂസിനെയൊക്കെ പിന്തുടർന്നുകൊണ്ട് ട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ. അപ്പോൾ ഇതിൽ ഒതൻറ്റിക് ലീഡർഷിപ്പ് ഒന്നുകൂടി ഷോർട്ട് ടേം ആയിരിക്കും, എന്നാൽ സെർവൻ്റ് ലീഡർഷിപ്പ് ഒന്നുകൂടി ലോങ് ടേം ആയിരിക്കും. അവരുടെ എത്തിക്കൽ വാല്യൂസൊക്കെ വളരെ ക്ലിയർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്ന് കണ്ടംപററി ലീഡർഷിപ്പ് നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഗ്ലോബൽ ആൻഡ് ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ് ഇന്ന് കാര്യമായിട്ടുള്ളതാണ്. രണ്ട്, വിർച്വൽ ആൻഡ് റിമോട്ട് ടീംസ്. അത് എപ്പോഴാണ് ആളുകൾ നമ്മൾ കൂടെ ഉണ്ടാവുക, എപ്പോഴാണ് നമ്മളിന്ന് ആളുകൾ മിസ്സാവുക നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. മൂന്നാമത്തെ, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇന്ന് കാര്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നാലാമത്തത്, അൺസർട്ടനിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലീഡർഷിപ്പിന് ചലഞ്ചുകളാണെന്ന് മനസ്സിലാക്കുക.